ഞാനിന്നൊരു വീഡിയോ കണ്ടു. അതിമനോഹരമായ ഒരു വീഡിയോ. കണ്ണിന് നല്ല കുളിർമ നൽകുന്ന, കാതിന് നല്ല ഇമ്പം നൽകുന്ന സുന്ദരമായ ഒരു വീഡിയോ. ഞാൻ തന്നെ ആ വീഡിയോ എത്ര വട്ടം കണ്ടുവെന്ന് എനിക്കറിയില്ല. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അത്. ഏതായാലും ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. അവർ മനോഹരമായി പാടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും ചരിത്രപരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. പാടുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതിൽ പ്രധാനമായിട്ടും പാടുന്ന ആ സഹോദരിയുടെ ആ മനോഹരമായ ഇമ്പമാർന്ന ആ ശബ്ദവും ശൈലിയും ഒക്കെയാണ്. നമുക്കറിയാം, ഇതൊരു ശബരിമല സീസണാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ അയ്യപ്പനെ കാണുവാൻ വേണ്ടി സന്നിധാനത്തിലേക്ക് പോകുന്ന സമയമാണിപ്പോൾ. നിരവധി ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരാണ് ശബരിമലയിലേക്ക്, ആ സന്നിധാനത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നത്. ശരണം വിളിച്ചും മന്ത്രം ചൊല്ലിയുമൊക്കെ ആ അയ്യപ്പ ഭക്തന്മാർ അയ്യപ്പസ്വാമിയെ കാണുവാൻ വേണ്ടി ചെല്ലുന്നു. അത്തരത്തിൽ അയ്യപ്പ സ്തുതികൾ ഉയർന്ന ദേശവിളക്ക് ഉത്സവത്തിൽ മുഹമ്മദ് നബി തങ്ങളുടെയും ഖദീജ ബീവിയുടെയും വിവാഹവും മകളുടെ ജനനവും വിവരിക്കുന്ന പാട്ടാണിത്. ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് തൃശൂർ ഇടവിലങ്ങി നടന്ന ദേശവിളക്ക് ഉത്സവത്തിലാണ് അയ്യപ്പ ഗാനങ്ങളുടെ ശൈലിയിലുള്ള പാട്ട് അവിടെയുള്ള ഭജന സംഘം അവതരിപ്പിച്ചത്. മക്കത്യമംഗല രാവ് ഖദീജയ്ക്ക് കല്യാണ നാള് എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള ദേശവിളക്ക് ഉത്സവത്തിൽ ഇത്തരം പാട്ടുകൾക്കേറെ സ്വീകാര്യതയുണ്ട്. പലപ്പോഴും ശബരിമലയുടെ സീസണാകുന്ന സമയത്ത് ഇത്തരം മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ കാണുവാൻ സാധിക്കും. നോക്കി, ഇവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ. ഇവരെയാണ് ഹിന്ദുക്കളെന്ന് വിളിക്കേണ്ടത്. പലപ്പോഴും നമുക്കറിയാം, ഹിന്ദുക്കളുടെ പേരും പറഞ്ഞുകൊണ്ട് അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു, സമരം ചെയ്യുന്നു, ശബ്ദമുയർത്തുന്നു എന്ന പേര് ചില ആളുകളൊക്കെ കടന്നു വരാറുണ്ട്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹിന്ദുവിനോടുള്ള സ്നേഹമല്ല, നേരെ മറിച്ച് ഹിന്ദുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് പിടിക്കൽ, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അത്തരം ആളുകൾ രംഗത്ത് വരാറുള്ളത്. അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ജീവിക്കുന്ന മുസ്ലിമീങ്ങളെയും ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും തമ്മിൽ പരസ്പരം വിഭജിക്കുക, അവരുടെ ആ ഒരു സൗഹാർദ്ദം ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അത്തരം ആളുകൾ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്തോറും ഇവിടെ സുന്ദരമായ കാഴ്ചകൾ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് തിരിച്ചടിയായി കൊടുക്കുകയാണ്. നോക്കൂ, നമ്മുടെ പൂർവികർ എത്ര സൗഹാർദ്ദത്തോടുകൂടിയും എത്ര സ്നേഹത്തോടുകൂടിയുമാണ് ഈ ഭൂമി ലോകത്ത് ജീവിച്ചത്. ഒരമ്മ പെറ്റ മക്കളെ പോലെ പരസ്പരം സ്നേഹത്തോടുകൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും ജീവിച്ചു. ആ കാലഘട്ടത്തിലൊന്നും നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള വിഭാഗീയതയും വേർതിരിവും ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ആ വിഭാഗീയതയും വേർതിരിവും ഇത്തരം ആളുകൾ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതെല്ലാം അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതോറും നല്ലവരായ മനുഷ്യ സമൂഹം നല്ല സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം ലോകത്തിന് കാണിക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്ന് അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അരവണ പായസം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കഴിച്ചിട്ടുണ്ട്. കഴിക്കാതെ കുറേ വർഷമാകുന്നു. നമുക്കറിയാം, നബിദിനം വരുന്ന സമയങ്ങളിലൊക്കെ മുസ്ലിം സഹോദരങ്ങൾ നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ വെച്ചു കൊടുക്കാറുണ്ട്. അവിടെയുള്ള അയൽവാസികളായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് മറ്റുമൊക്കെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം നബിദിനത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് മധുരപലഹാരങ്ങളും വെള്ളവുമൊക്കെ കൊടുക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ വീഡിയോകൾ നമ്മൾ നിരവധി അത്തരം ഒരുപാട് വീഡിയോകൾ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിക്കുന്ന
ഒരു മനോഹരമായ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമുക്കറിയാം, ശബരിമല എന്ന് കേൾക്കുമ്പോൾ പ്രധാനമായിട്ടും നാം കേൾക്കുന്ന 2 പേരുകളാണ്. ഒന്ന് അയ്യപ്പസ്വാമിയും അതോടൊപ്പം വാവരും എന്ന് പറയുന്നത്. ശബരിമലയിലെ അയ്യപ്പൻ്റെ സന്നിധാനം പോലെ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് വാവർ നട എന്ന് പറയുന്നത്. അയ്യപ്പ ഭക്തന്മാർ ശബരിമല സന്നിധാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാവർ നടയിലേക്ക് കയറിയിട്ടാണ് അവർ അവിടേക്ക് ചെല്ലാറുള്ളത്. കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലുള്ള വലിയൊരു സുന്ദരമായ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് അയ്യപ്പസ്വാമിയും അതോടൊപ്പം വാവരും. ഈ ശബരിമല സീസൺ വരുന്ന സമയങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ അവരുടെ അമ്പലങ്ങളിലും മറ്റുമൊക്കെയായി അയ്യപ്പസ്വാമിയുടെയും വാവരിൻ്റെയും ആ പരസ്പരം തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ സന്ദേശം അവരിങ്ങനെ മനോഹരമായി അഭിനയിച്ച് കാണിക്കാറുണ്ട്. അത്തരത്തിൽ വാവരിനെ കാണിക്കുന്ന സമയത്ത് ഇസ്ലാമികമായ രീതിയിൽ സുജൂദുകൾ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന അത്തരത്തിലുള്ള ചില കാഴ്ചകളും അവർ പങ്കുവയ്ക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. നോക്കൂ, തങ്ങളുടെ പ്രിയപ്പെട്ട അയ്യപ്പസ്വാമിയുടെ സുഹൃത്തെന്ന് പറയപ്പെടുന്ന വാവരിനെ അവർ ചേർത്ത് പിടിക്കുകയാണ് ഹൈന്ദവ സഹോദരങ്ങളും. അയ്യപ്പസ്വാമി വാവരിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ ഈ ഹൈന്ദവ സഹോദരങ്ങളും വാവരിനെ സ്നേഹിക്കുകയാണ്. നോക്കി, ഇവിടെ നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ പോലും അയ്യപ്പസ്വാമിയുടെ ആത്മസുഹൃത്തായിട്ടുള്ള ഉച്ചമിത്രമായ ആ വാവരിനെ വളരെയധികം ബഹുമാനിക്കുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, മറുവശത്ത് എന്തിനും ഏതിനും മതം കണ്ടെത്തുന്ന, മുസ്ലിമുകളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ചില ആളുകൾ ആ വാവരൊരു മുസ്ലിം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും വർഗീയതയും വിദ്വേഷവും പറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, കാഷായ വേഷം ധരിച്ച ഈ സ്വാമി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ശബരിമലയിൽ വച്ചിരിക്കുന്നത് വാവരയാണ്. വാവരക്ക് ശബരിമലയുമായും അയ്യപ്പനുമായും കുലബന്ധം പോലുമില്ല. ആ വാവര് മുസ്ലിം ആക്രമണകാരിയാണ്. അയ്യപ്പനെ ആക്രമിച്ച് യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ കടന്നുവന്ന തീവ്രവാദിയാണ്. അയാൾ പൂജിക്കപ്പെടേണ്ടവനല്ല, പൂജ്യനല്ല. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നോക്കൂ, ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർ ആ അയ്യപ്പൻ്റെ സന്നിധാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം കടന്നു ചെല്ലുന്നത് ഈ പറയപ്പെടുന്ന വാവർ നടയിലേക്കാണ്. വാവർ നടയിലേക്ക് കയറിയിട്ടല്ലാതെ ഒരു അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയിലേക്ക് ചെല്ലാൻ സാധിക്കില്ല. അത്തരത്തിൽ ഹൈന്ദവ സഹോദരങ്ങൾ വളരെയധികം സ്നേഹത്തോടുകൂടിയും വളരെയധികം ബഹുമാനത്തോടുകൂടിയും കാണുന്ന ആ വാവരിനെ കുറിച്ചാണ് അയാൾ വർഗീയവാദിയെന്നും തീവ്രവാദിയെന്നൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം വർഗീയതയും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കൂടി കാണിക്കാം. ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹം ബഹുമാന്യനായ എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹത്തെ ചെന്ന് കാണുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കൂ. നോക്കിയുടെ വർഗീയവാദികൾ പലതരം അജണ്ടകളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്തോറും ആ അജണ്ടകളൊക്കെ വിഫലമായി മാറുകയാണ്. ഒന്നും നടക്കാതെ പോകുന്നു. സ്വാഭാവികമെന്നോണം അത് കണ്ട് ഇത്തരം വർഗീയവാദികൾക്ക് വീണ്ടും വീണ്ടും അവർക്ക് ഹാലിളകുകയാണ്. പക്ഷേ എത്ര തന്നെ ഹാലിളകിയാലും, എത്ര തന്നെ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിച്ചാലും അതൊന്നും ഇവിടെ വില പോകില്ല. കാരണം ഇത് കേരളമാണ്. ഒരമ്മ പറ്റ മക്കളെപ്പോലെ സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന മണ്ണാണ്. ആ മണ്ണിൽ നിങ്ങൾ വർഗീയതയുടെ വിത്തുകൾ പാകിയാൽ ആ വിത്തുകളെ മുളയിലെ നുള്ളിക്കളയാൻ ഇവിടെ നല്ല മനസ്സുള്ള, മറുസൗഹാർദ്ദം എന്താണെന്നറിയുന്ന നല്ലവരായ മനുഷ്യ സമൂഹമുണ്ട്.